മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയിട്ടുള്ള കത്തനാർ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറയുന്നത് വെറുതെ അല്ല, കാരണം ഒരുപാട് നാളുകളായി, ഏതാണ്ട് 4 വർഷത്തോളമായി അതിൻ്റെ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നടന്ന് ജയസൂര്യ എന്ന് പറയുന്നൊരു ആക്ടർ തൻ്റെ അമൂല്യമായ ഒരു 4 വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും റിജിൻ തോമസ് എന്ന് പറയുന്ന നമ്മുടെ റോജിൻ തോമസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം സിനിമയുടെ സംവിധായകനായിട്ടുള്ള റോജിൻ തോമസിൻ്റെ 2ാമത്തെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 4 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുകയും ഏതാണ്ട് 2 പാർട്ടായിട്ട് ഇറങ്ങുന്ന ഒരു മലയാള സിനിമ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ ലെവലിൽ മേക്ക് ചെയ്യുന്ന അത്രയും ബഡ്ജറ്റുള്ള പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള ഒരു ഗംഭീര സിനിമയായിരിക്കും കത്തനാർ എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഗ്ലിംസ് കുറച്ച് നാൾ മുമ്പ് റിലീസായിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ വമ്പൻ വരവേൽപ്പായിരുന്നു. നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ഒരു കത്തനാർ സിനിമ ആയിരിക്കില്ല ഇതിൻ്റെ ഒരു ടെറൈൻ പരിപാടികളെല്ലാം എന്ന് ആ ടീസറിൽ തന്നെ ഗ്ലിംസിൽ തന്നെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പോൾ ആ ട്രെയിലർ റിലീസായിട്ടുണ്ട്. എന്താണ് ആ ട്രെയിലറിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, എന്താണ് കത്തനാർ എന്ന് പറയുന്ന സിനിമയിലുള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. ജയസൂര്യ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിരുന്നു, നമ്മൾ ഇതുവരെ കണ്ട സീരിയൽ കത്തനാർ, അതുപോലെ തന്നെ കത്തനാർ സിനിമകളിലൊക്കെ കണ്ട ആ ഒരു കത്തനാർ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ കത്തനാർ. ഇത് മൊത്തത്തിലൊരു പുതിയൊരു വേൾഡും പുതിയൊരു പരിപാടികളും ഒക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിറങ്ങുന്നതോടുകൂടി മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു ഗ്രാഫ് മൊത്തത്തിൽ ചേഞ്ചാകും. ബാക്കിയുള്ള ലാംഗ്വേജസിലെ ആൾക്കാരും കൂടി നമ്മൾ എന്താണ് ഇത്ര നാളായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ അത്രയും ഒരു ഹൈപ്പിലേക്ക് ഇത് പോയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഉച്ചയ്ക്ക് 1:30ക്കാണ് ട്രെയിലർ റിലീസാകുന്നത്. നമുക്ക് കാണാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായി പോയത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. ആദ്യം തന്നെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റി ഒരു ചെറിയ വാക്കിൽ ഞാൻ പറഞ്ഞോട്ടെ. ജയസൂര്യ, അനുഷ്ക ഷെട്ടി, പ്രഭുദേവ, സനൂപ് സന്തോഷ്, ദേവിക സഞ്ജയ്, സാൻഡി മാസ്റ്റർ, അങ്ങനെ തുടങ്ങി ഒരു വലിയ നിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. റോജിൻ തോമസ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റോജിൻ തോമസും അതുപോലെ തന്നെ ആർ രാമാനന്ദും കൂടിയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗോകുലം ഗോപാലനാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് നെയിൽ ഡി കുഷ്യൻഷു എന്ന് പറയുന്നൊരു ഫോറിൻ ആളാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്തിരിക്കുന്നതും റോജിൻ തോമസ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി ഇത്ര ടൈം എടുക്കുന്നത്. കാരണം ഡയറക്ഷനും എഡിറ്റിങ്ങും അതിൻ്റെ പരിപാടികളെല്ലാം പുള്ളിക്ക് ചെയ്യണമല്ലോ. അതുപോലെ തന്നെ രാഹുൽ സുബ്രഹ്മണ്യനാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. മേ ബി ഈ ട്രെയിലറിൻ്റെ അകത്ത് റിലീസ് ഡേറ്റ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൂടുതൽ പറഞ്ഞ് നമുക്ക് സമയം കളയണ്ട, ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. വരട്ടെ. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. വിനീതിന്റെ സൗണ്ടാണോ? ഇന്ദ്രജാലത്തെ ഞാൻ നമ്പരുതില്ല. ഇത് അവബോധത്തിന്റെ രഹസ്യമാർഗങ്ങളിൽ വലിയവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. തമിഴ് ട്രെയിലർ எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். மிஷனரி நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. ക്വാളിറ്റിടാ രാജശ്രീക്ക് കുഞ്ഞമനിൽ നിന്ന് വാഴ്ത്തക്കൾ. തമിഴാണോ നമുക്ക്? കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. കാലത്ത് വരുന്ന അതിമാനുഷ്യൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും വരും. ஒரு மனித உடம்பில் கொள்ளுவதிலும் அதிகம் சக்தி நீங்கள் கட்டுப்படுத்த இருக்கீங்க. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു.
ഭാര്യമാർ ആപത്തിലാണ്. മോനെ സൂര്യ എനിഷ്ട ദേവിക സഞ്ജയ് ഹരീഷ് വിനീത് രതീഷ് കുട്ടിച്ചേട്ടനാ മായ അണ്ടമേ മായ. ഗ്രീൻ ക്ലോത്തിൽ മറ്റേ ബോളറിന്ന് വന്നിട്ടുണ്ടല്ലോ ഖത്തന വേൾഡ് ക്ലാസ്. അപ്പാ അത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. വാട്ട് എ ട്രെയിലർ മാൻ. ഒറ്റ നിരാശയുള്ളൂ, ജയസൂര്യ ഒരു നല്ല രീതിയിൽ കാണിച്ചില്ല. അത് മേ ബി ഇത് തിയേറ്ററിലേക്ക് വെച്ചിരിക്കുന്നതുകൊണ്ടാവാം. പക്ഷെ വിഷ്വൽസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫസ്റ്റ് തുടങ്ങി കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒരു കംപ്ലീറ്റ്ലി മറ്റേ ഒരു ഹാരി പോട്ടർ ഫീല് അടിച്ച്, ആ ഒരു സ്ഥലം ടെറൈൻ കാണിക്കുന്നതും അതിൻ്റെ ഒരു ലൈറ്റ് പരിപാടികളൊക്കെ വന്നപ്പോൾ ഒരു ഹാരി പോട്ടർ ഫീൽ അടിച്ചു. പക്ഷെ മൊത്തത്തിൽ ഈ സംഭവം സംതിങ് ഡിഫറെൻ്റ് ആണ്. വലിയൊരു സംഭവം തന്നെ വരുന്നുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. മാൻ, ദിസ് ഈസ് ഔട്ട് ഓഫ് ദ വേൾഡ്. മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്തുള്ളത്, ആക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റോജിൻ തോമസ് ആണ്. പുള്ളി എന്തൊക്കെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. കൊള്ളാം, എന്തായാലും നൈസായിട്ടുണ്ട്. എന്തായാലും എനിക്ക് ട്രെയിലർ നന്നായിട്ട് വർക്കൗട്ടായി. ഇതിൻ്റെ റിലീസ് ചെയ്യാൻ പോകുന്ന ലാംഗ്വേജസ് കാണുമ്പോഴാണ് അതിനെക്കാട്ടിലും വലിയൊരു ലിസ്റ്റായിട്ട് തോന്നുന്നത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി, കന്നഡ, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ, ഇറ്റാലിയൻ, റഷ്യൻ, ഇന്തോനേഷ്യൻ, ജാപ്പനീസ്, ജർമ്മൻ, ഇത്രയും ഭാഷകളിലാണ് പടം റിലീസാകാൻ പോകുന്നത്. മലയാളത്തിലെ ഫസ്റ്റ് എനിക്കൊന്ന് പാൻ വേൾഡ് പടമായിരിക്കും കത്തനാർ എന്ന് പറയുന്ന സിനിമ. നമ്മൾ ഇത്ര നാളും കാണാത്ത, അവർ പറഞ്ഞ പോലെ തന്നെ ഇത്ര നാളും കാണാത്തൊരു കത്തനാർ പരിപാടി, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റോറി ലൈൻ, പുതിയൊരു സംഭവം നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. കുറേ നാളുകൾക്ക് ശേഷം അനുഷ്കേനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ലെറ്റ്സ് സീ. എന്തായാലും പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും വരുമ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മൾ കാണും, കണ്ടിട്ട് നമ്മൾ അഭിപ്രായം ഇടുന്നതായിരിക്കും. എന്തായാലും ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും പറയുക. എനിക്കെന്തായാലും ട്രെയിലർ നന്നായിട്ട് വർക്കൗട്ടായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.